ഇതിൽ ഇൻ്റർകൂളർ ക്ലീൻ ചെയ്യണം. ഇൻ്റർകൂളർ ക്ലീൻ ചെയ്യണമെങ്കിൽ ബമ്പർ അഴിച്ച് അതിൻ്റെ ഉള്ളിലാണ് ഇൻ്റർകൂളർ വരിക. ഇൻ്റർകൂളർ ക്ലീൻ ചെയ്യുന്നത് വണ്ടിയിൽ ഓടുമ്പോൾ പുക വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ പുക വരികയാണെങ്കിൽ ഇൻ്റർകൂളർ ക്ലീൻ ചെയ്യണം. അത് അഴിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർകൂളർ അഴിച്ചിട്ടുണ്ട്. ഇൻ്റർകൂളർ അഴിക്കാൻ കാരണം പറഞ്ഞല്ലോ, ഇതിൽ പുക വരുന്നതിൻ്റെ പ്രശ്നമാണ്. പുക വരാൻ കാരണം ഇൻ്റർകൂളറിൽ ഓയിൽ ഉണ്ടെങ്കിൽ ആ ഓയിൽ എൻജിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സൈലൻസറിൽ കൂടെ കത്തിപ്പോകുന്നതിൻ്റെ പുക വരും. അപ്പോൾ വേണ്ട, ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിറഞ്ഞിട്ട് മുകളിൽ എയർ വലിക്കേണ്ട ഓസിൻ്റെ അവിടെ വരെ ഓയിൽ വന്നിട്ടുള്ള അടയാളം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ എത്ര ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. ഓയിൽ എൻജിൻ ഓയിലാണ്. ഇതങ്ങനെ ഓയിലാണ്. ഒരു പാത്രത്തേക്ക് ഒഴിക്കാം. പാത്രത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത്രയും ഓയിൽ, എൻജിൻ ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുകയാണ്. ഇത്രയും ഓയിൽ ഇതിൻ്റെ ഉള്ളിലാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. ഡീസലൊക്കെ ഇട്ട് ഒഴിച്ച് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്ത് എന്നിട്ട് വേണം ചേട്ടാൻ. ഇത്രയും ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ. ഇത് എത്രയും ഓയിൽ കത്തിപ്പോയതിൻ്റെ ബാക്കിയാണ്. ഇതാണ് പ്രശ്നം. ഓയിൽ, എൻജിൻ ഓയിൽ. ഇങ്ങനെയാകുമ്പോൾ എൻജിൻ ഓയിൽ കുറയും, പുകയും വരും. വണ്ടി ഓടുമ്പോൾ വലിയും കുറവുണ്ടാവും, പുകയുണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇൻ്റർകൂളർ ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഫിറ്റ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഓസെല്ലാം അയച്ച് ക്ലീനിങ് എല്ലാം ചെയ്തു. അപ്പോൾ ഇനി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഇപ്പോൾ എല്ലാം ഓക്കെയാണ്.